11ാമത്തെ മലയാള സിനിമയാണ് പ്രസന്ന. 1950 ആഗസ്റ്റിലാണ് ഇത് റിലീസായത്. സംവിധാനം ചെയ്തത് ശ്രീരാമുലു നായിഡുവായിരുന്നു. നിർമ്മാണം പക്ഷിരാജ സ്റ്റുഡിയോയും. കഥാ തിരക്കഥ മുൻഷി പരവുപിള്ളയും. ഗാനരചന അഭയദേവും. സംഗീതം MS ജ്ഞാനാമണിയുമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണിമാരുടെ അരങ്ങേറ്റ ചിത്രമായിരുന്നു പ്രസന്ന. ശ്രീവിദ്യയുടെ അമ്മ ഗായിക ML വസന്തകുമാരി ആദ്യമായി പാടിയതും ഈ ചിത്രത്തിൽ തന്നെ. TS ബാലയ്യ, പപ്പുക്കുട്ടി ഭാഗവതർ, പരമേശ്വരൻകുട്ടി, TS ദുരൈരാജ്, കൊട്ടാരക്കര, PA തോമസ്, ലളിത, പത്മിനി, രാഗിണി, കാഞ്ചനമാല എന്നിവരായിരുന്നു താരങ്ങൾ. ഈ ഹിറ്റായ ചിത്രത്തിൻ്റെ കഥ ഡോക്ടർ പങ്കൻ തമ്പിയും സഹോദരി പ്രസന്നയും. പ്രസന്ന കോളേജിൽ പഠിക്കുകയാണ്. പങ്കൻ തമ്പിയുടെ പഴയൊരു വേലക്കാരൻ്റെ മകനായ അയ്യപ്പനും അതേ കോളേജിലാണ് പഠിക്കുന്നത്. അയ്യപ്പന് പ്രസന്നയോട് പ്രേമം തോന്നുന്നു. അവനത് പറയുന്നില്ല. തമ്പിക്ക് ട്രിച്ചിയിൽ ഒരടുത്ത സുഹൃത്തുണ്ടായിരുന്നു, രാധാകൃഷ്ണ മേനോൻ. മേനോന് 2 സഹോദരിമാരുണ്ട്, മദനിക, രാധ. തമ്പിയും മേനോനും തങ്ങളുടെ ബന്ധം ദൃഢമാക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. തമ്പി മേനോൻ്റെ സഹോദരി മദനികയെയും മേനോൻ തമ്പിയുടെ സഹോദരി പ്രസന്നയെയും വിവാഹം കഴിക്കുക. പ്രസന്നയുടെ വിവാഹ വാർത്ത അറിഞ്ഞ് അയ്യപ്പൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ആ വാർത്തയറിഞ്ഞ് പ്രസന്ന ഓടിയെത്തി. തന്നെ മനസ്സാ പ്രണയിച്ച ആ ചെറുപ്പക്കാരനോട് അനുകമ്പയും പ്രേമവും അവൾക്ക് തോന്നുന്നു. പിന്നീട് ചേട്ടൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ പ്രസന്ന അയ്യപ്പനെ വിവാഹം കഴിക്കുന്നു. സുരക്ഷയും ജോലിയും തേടി അയ്യപ്പനും പ്രസന്നയും ട്രിച്ചിയിലെത്തി. അയ്യപ്പൻ്റെ ചങ്ങാതി പപ്പുപിള്ളയും ഭാര്യ കല്യാണിയും അവരോടൊപ്പം പോന്നിട്ടുണ്ടായിരുന്നു. ട്രിച്ചിയിൽ വെച്ച് അവർ ഒരു പ്രശ്നത്തിൽ പോലീസ് പിടിയിലാവുന്നു. നല്ലവനായ ഇൻസ്പെക്ടർ അവരെ വിട്ടയക്കുന്നു. കല്യാണിക്ക് ഇൻസ്പെക്ടറുടെ വീട്ടിൽ വീട്ടുജോലിയും നൽകുന്നു. പ്രസന്ന രാധാകൃഷ്ണമേനോൻ്റെ വീട്ടുവേലക്കാരിയാകുന്നു. താൻ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണാണ് ഇവളെന്നോ തമ്പിയുടെ സഹോദരിയാണെന്നോ മേനോൻ അറിഞ്ഞില്ല. പ്രസന്നയിൽ അനുരക്തനാകുന്നു. മേനോൻ അനുരാഗപൂർവ്വം പ്രസന്നയോട് പെരുമാറുന്നു. മേനോൻ്റെ പെരുമാറ്റം പ്രസന്നയ്ക്ക് അസഹ്യമാവുന്നു. പക്ഷേ അയ്യപ്പന് പ്രസന്നയോടും മേനോനോടും സംശയമായി. അയ്യപ്പൻ ഭാര്യയിൽ കൂടുതൽ സംശയാലുവാകുന്നു. അങ്ങനെ അവരുടെ ജീവിതം ദുരിതത്തിലേക്ക് പതിക്കുന്നു. മേനോൻ്റെ സഹോദരി രാധ പ്രസന്ന ഇവിടെ ഉണ്ടെന്ന വിവരം തമ്പിയെ അറിയിക്കുന്നു. കൂടെ അവരുടെ ദുരിത ജീവിതവും. തമ്പി ട്രിച്ചിയിലേക്ക് ഓടിയെത്തി. അനിയത്തിയുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കുന്നു. തമ്പിയും അയ്യപ്പനും തമ്മിൽ വഴക്കാകുന്നു. പ്രസന്ന ആരാണെന്നും എല്ലാം മനസ്സിലാക്കിയ മേനോനും ഇടപെടുന്നു. അയ്യപ്പൻ്റെ സംശയം മാറ്റിക്കൊടുക്കുന്നു. എല്ലാം ശുഭമാകുന്നു. എല്ലാവരും ഒന്നിച്ചു ചേരുന്നു.